നമുക്ക് ആരംഭിക്കാം. പകനാവതു പകനൂർഭുനസ്തു പകവീര്യം പരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. മതനീയമായിരിക്കണം. ഈ 40ാമത്തെ ശ്ലോകല്ലേ? അതെ സാർ. 87-ാം അധ്യായം ശ്ലോകം 40. സ്വദഭഗമീനവിദ്ധിഭവദുഃഖശുഭാശുഭയോ ഗുണവിഗുണാന്വയം സ്തർഹി ദേഹഭൃതം ചകിര അനുയുഗമന്വഹം ഫഗുണഗീതപരമ്പരയാ ശ്രവണഭൃതോ യതസ്ത്വമപവർഗ്ഗഗതിർമനുജൈഃ. ത്വദ് അവഗമി, അങ്ങേ അറിഞ്ഞവർ. ത്വദ് അവഗമി, അങ്ങേ അറിഞ്ഞവർ. ന വേത്തി, അറിയുന്നില്ല. ഭവദുഃഖ ശുഭാശുഭയോഹോ ഗുണവിഗുണാന്വയാൻ, അങ്ങയിൽ നിന്ന് തന്നെ ഉണ്ടായ ശുഭാശുഭങ്ങളുടെയും പുണ്യപാപങ്ങളുടെയും ഗുണവിഗുണങ്ങളുടെയും സുദുഃഖങ്ങളുടെയും സംബന്ധത്തെ നവേത്തി, അറിയുന്നില്ല. ഭവദുഃഖ, അങ്ങയിൽ നിന്നും ഉണ്ടായ, അങ്ങ് കാരണമായി ഉണ്ടായ ശുഭാശുഭങ്ങൾ, ഗുണവിഗുണങ്ങൾ, അവയുടെ അന്വയങ്ങൾ, അവയുടെ കൂടിച്ചേരൽ നവേത്തി, അറിയുന്നില്ല. ദേഹഭൃതാം ചകിര, ദേഹം ഭരിക്കുന്നവരുടെ വാക്കുകളെയും നവേത്തി, അറിയുന്നില്ല. ദേഹഭൃതാം ചകിര നവേത്തി. അനുയുഗം അന്വഹം, ഓരോ യുഗം തോറുമുള്ള, അന്വഹം എല്ലായ്പ്പോഴുമുള്ള, ഫഗുണഗീത പരമ്പരയാ, ഫഗുണങ്ങളായ ഗീത പരമ്പരകളെ കൊണ്ട്, ഉപദേശ പാരമ്പര്യം കൊണ്ട്, ശ്രവണഭൃത, ചെവി നിറച്ചിരിക്കുന്ന, യതഃ ത്വം അപവർഗികതൈഃ മനുജൈഃ. ശ്രവണഭൃതോ മനുജൈഃ, എപ്പോഴും അങ്ങയുടെ ഫഗുണങ്ങളായ ഗീതപരമ്പരകൾ ചെവിയിൽ നിറച്ചിരിക്കുന്ന മനുഷ്യരാൽ അപവർഗഗതിഃ, അങ്ങ് അവർക്ക് സാക്ഷാൽ മോക്ഷസ്വരൂപമായിരിക്കുന്ന ഗതി നൽകുന്നവനാണ്, കൊടുക്കുന്നവനാണ്, അവർക്കത് ലഭിക്കുന്നതാണ്. തൊട്ടു മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് യതി സന്യാസിമാരെ കുറിച്ചാണ്. സന്യാസിമാർക്ക് യതിന സമുദ്ധരന്തി യതയോഹൃതി കാമജടാതുരധികമോ സതാം ഹൃദി ഗതോ അസ്മതകണ്ഠമണി അസുർവയോഗിന ഉഭയതോപ്യസുഖം ഭഗവന് അനപഗത അന്തക അനധിരൂഢ പദാഭവത എന്ന ശ്ലോകത്തിലെ ഈ കപളയോഗികൾക്ക് 2 രോഗവും കിട്ടില്ല എന്ന് സന്യാസത്തിന്റെ കാപട്യത്തെക്കുറിച്ച്, അതിൻ്റെ അയോഗ്യതയെക്കുറിച്ച്, അതുകൊണ്ടുള്ള ദോഷഫലങ്ങളെ കുറിച്ചൊക്കെയാണ് കഴിഞ്ഞിൽ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഒരു പൂർവപക്ഷിയുടെ സംശയം പോലെ ഒരു ആശങ്ക ഉന്നയിച്ചിട്ട് അതിന് സമാധാനമാണ് ഈ ശ്ലോകം. കാരണം യതികൾ അല്ലെങ്കിൽ സന്യാസിമാർ സംസാര ദുഃഖം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞതിനെ എങ്ങനെ ശരിയാകാൻ പറ്റും? കപട സന്യാസികൾ എന്നുള്ള ആ ഒരു കാപട്യം മാറ്റിയാൽ സന്യാസിമാർക്ക് സാംസാരിക ലോക ജീവിത ദുഃഖം അനുഭവിക്കാൻ ഇടയാകുമോ?
അതിനുള്ള യോഗ്യതയുണ്ടോ എന്നൊരു സംശയം. ക്ലാസ്സിനകത്ത് 1 മണിക്കൂർ കഴിഞ്ഞ് മതിയോ? സാറേ, ഇത് അധ്യായവും ശ്ലോകവും ഒന്ന് പറയാവോ? ഞാൻ കേട്ടില്ലേ. 87-ാം അധ്യായം ശ്ലോകം 40. അധ്യായം 87 ദശമസ്കന്ധം ശ്ലോകം 40. ശരി സാർ. അപ്പൊ അങ്ങനെ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞത് ശരിയാണോ? കാരണം യഥാർത്ഥമായ ഒരു യതിക്ക് ഈ സംസാരലോക ജീവിതത്തിൽ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. പിന്നെ അയാൾ ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങൾ അയാളുടെ പ്രാരബ്ധ കർമ്മത്തെ ക്ഷയിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. പ്രാരബ്ധമായി വാസനാരൂപത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന പുണ്യപാപങ്ങളെ ക്ഷയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യതിമാർ ഇവിടെ കർമ്മങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ അവർക്ക് ഇവിടെ നിന്ന് നേടേണ്ടിയിട്ടല്ല. രണ്ട് ലോകങ്ങളിലും അപ്പൊ അവർക്ക് ദുഃഖം മാത്രമേ ഉള്ളൂ എന്ന് ഇപ്പോഴീ പറഞ്ഞത് എങ്ങനെ ശരിപ്പെടുത്താൻ പറ്റും എന്നൊരു സംശയം പൂർവപക്ഷിയായിട്ട് ചോദിച്ചപ്പോൾ, അല്ലാതെ കപടയതികളുടെ അതെ, കപടയുഗ യോഗികൾക്കാണെങ്കിൽ പോലും ഇങ്ങനൊരു അവസ്ഥ എങ്ങനെ ഉണ്ടാകുന്ന? യോഗികൾ സംസാര ജീവിതത്തിൽ ജീവിച്ചുകൊണ്ടായിരിക്കുന്നേ. അവര് കർമ്മം ചെയ്യുന്നില്ല. എന്തിനാണ് അവര് കർമ്മം ചെയ്യുന്നത്? അവർക്ക് ഇവിടെ ഒന്നും നേടേണ്ടതായിട്ടില്ലല്ലോ. പിന്നെ അവര് കർമ്മം ചെയ്ത പൂർവ്വവാസനകളെ ക്ഷയിപ്പിക്കാനാണ്. അതെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അതിന്. അങ്ങനെയാണെങ്കിൽ അവരെ ഒരു കാരണവശാലും സംസാര ദുഃഖം ബാധിക്കില്ലല്ലോ. അത് ശരിയായിട്ടുള്ള യതികളെ. പക്ഷെ കഴിഞ്ഞ ശ്ലോകത്തിൽ കപട ദോഷത്തെ കുറിച്ചാണ് പറഞ്ഞത്. അവർക്ക് ഇഹത്തിലും പരത്തിലും ഇല്ലാത്ത യതികൾക്കും സംസാരത്തിന് സുഖദുഃഖങ്ങൾ ബാധിക്കുന്നില്ലേ? നമ്മുടെ സാമാന്യ ജനങ്ങളുടെ നോട്ടത്തിൽ ബാധിക്കുമല്ലോ. ബാധിക്കും. അത് എന്തുകൊണ്ടാണ്? അതിന്റെ ആവശ്യകത എന്താണ്? അവർക്ക് ഇതിനപ്പുറത്തുള്ളവരല്ലേ? സാധാരണക്കാർക്കുള്ള വ്യത്യസ്ത അവർക്ക് ഇതല്ലേ എന്നുള്ള പൂർവപക്ഷത്തിന്റെ ചോദ്യമായിരുന്നു. അതെ, ഗുണവിഗുണാന്വയാൻ ദേഹൃതാംശകില. അതിന് മറുപടിയാണ് ത്വദവഗമീ, അങ്ങേ നന്നായി അറിഞ്ഞിരിക്കുന്ന ഒരാൾ. എന്തറിയത്തില്ല? സംസാരത്തിന്റെ സുഖദുഃഖങ്ങളോ ഗുണദോഷങ്ങളോ അതുപോലെ മറ്റുള്ളവരുടെ ശരീരം സ്വീകരിച്ച മറ്റുള്ളവരുടെ വാക്കുകളൊന്നും അവരെ എന്ത് ചെയ്യത്തില്ല, ബാധിക്കത്തില്ല. പക്ഷേ ത്വത് അവഗമി ആയിരിക്കണം. അതാണ് കണ്ടീഷൻ. അല്ലെങ്കിൽ ഇതൊക്കെ ബാധിക്കും. ഭഗവാനെ അറിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദേഷ്യം വരും, അവർക്ക് സങ്കടം വരും, അവർക്ക് ദുഃഖം വരും. ഇതൊക്കെ ആർക്ക് വരും? സന്യാസിമാർക്ക് വരുന്നില്ലേ? നല്ല സന്യാസിമാർക്ക് പോലും നമ്മളിത് കാണുന്നുണ്ട്. അത് പാടില്ലാത്തതല്ലേ വാസ്തവത്തിൽ? പക്ഷെ അപ്പൊ അവിടെയുള്ള ഒരു വൈഷമ്യം പറയുന്നത് അങ്ങേ അറിയാത്തവരാണ് ഇത് അനുഭവിക്കുന്നത്. അത് അവഗമീ നവയെത്തി, അവരറിയത്തില്ല. എന്താ അവരറിയില്ല. ഭഗവാനെ അല്ലെങ്കിൽ ബ്രഹ്മത്തെ അറിയാത്തവർക്ക് തോന്നുന്ന തോന്നലാണ്. അതെ, തോന്നലാണ്. അപ്പം അങ്ങനെ ഏതെങ്കിലും സന്യാസിമാർ സുഖദുഃഖങ്ങളോ അല്ലെങ്കിൽ ക്ഷോഭങ്ങളോ അനുഭവിക്കുന്നെങ്കിൽ അവരങ്ങേ അറിഞ്ഞിട്ടില്ല. അങ്ങേ അറിഞ്ഞവർക്ക് ഇത് അവകാശമില്ല. ആ സന്യാസത്തെ ഒന്നുകൂടി ഒന്ന് സംസ്കരിച്ചെടുക്കരുത്. അപ്പം അങ്ങേ അറിയാത്ത സന്യാസം അല്ല എന്ന് പറയാൻ പോവാണ്. അപ്പോഴാണ് ഭാഗവതത്തിലേക്ക് വരുന്നത്. ഇപ്പോ അതുകൊണ്ട് എന്ത് ചെയ്യണം? എങ്ങനെയാണ് അങ്ങേ അറിയുന്നത്? അനുയുഗം അന്വഹം സഗുണഗീത പരമ്പരയ ശ്രവണഭൃത. അങ്ങയുടെ ഗീതങ്ങൾ, കീർത്തനങ്ങൾ
എപ്പോഴും കേട്ട് ചെവി നിറച്ചിരിക്കണം, ചെവിയിൽ മറ്റൊന്നും കേൾക്കാനിടയാകട്ടെ. അപ്പോൾ കർമ്മം അല്ലെങ്കിൽ ഇത് മറ്റുള്ള കർമ്മമാർഗത്തിലൂടെയോ ജ്ഞാനമാർഗത്തിലൂടെയോ ഒന്നുമല്ല, ഭക്തിമാർഗത്തിലൂടെ എന്നുള്ള സൂചന. ആ ശ്രവണം എന്നുള്ള ഭക്തിയുടെ ഒരു വഴിയിലേക്ക് ഭാഗവത് ഇപ്പൊ എത്തിച്ചേർന്നു. അവർ പോലും ഇതില്ലെങ്കിൽ ഈ പറയുന്ന സംസാര ദുഃഖം അവരെ ബാധിക്കും. വിദഗ്ധമായിട്ട് ഭക്തിയിലേക്ക് എത്തിക്കാൻ ഇത് ഉപസംഹരിക്കാണോ ശ്രദ്ധിക്കില്ല. അപ്പം ശ്രവണഭൃതോ യഥഹത്വം അപവർഗികൃത മനുജൈഷ്, അങ്ങനെയാണ് മനുജരാൽ അപവർഗഗതി അനുഭവിക്കാൻ കാരണമാകുന്നത്. അപ്പൊ ഇത് കേൾക്കാത്തവർക്ക് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, എപ്പോഴും അങ്ങയുടെ ലീലാകഥകൾ കേൾക്കുന്നതിൽ ആസക്തയുക്തന്മാർ ആരാണോ അവരെ എപ്പോഴും അങ്ങയുടെ പാദ പങ്കജ സമീപത്തിന്മാർ എന്നവരാണ്. വിധി നിഷേധങ്ങൾ അവരെ ബാധിക്കില്ല. ഇവിടെ ഇപ്പം ഉറപ്പിച്ച് തീർത്ത് പറഞ്ഞു. തീർത്തും അപവർഗത്തിനുള്ള ഏക വഴി ഈ ശ്രവണം മാത്രം. അതുകൊണ്ട് എന്താണ്, ഇവരെ വിധി നിഷേധങ്ങൾ ബാധിക്കത്തില്ല. യോഗങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമം ഭക്തിയോഗം എന്ന് ഉറപ്പിക്കുകയാണ്. മറ്റുള്ള എത്രയോ യോഗങ്ങളുണ്ട്, ജ്ഞാനമുണ്ട്, കർമ്മമുണ്ട്, അവകളിലൊക്കെ ഏറ്റവും ഉത്തമം ഭക്തി തന്നെ ഉറപ്പിക്കുകയാണ്. കാമബാധയിൽ നിന്ന് വിമുക്തരല്ലാത്തത് കൊണ്ട് അവർക്ക് ഉഭയലോക സുഖവുമില്ല, രണ്ടും കിട്ടത്തില്ല. കാരണം ഈ കാമാവസ്ഥയും ഇവരെ അനുഭവിച്ചുകൊണ്ടായിരിക്കുന്നേ. അന്യസ്ഥരാണെങ്കിൽ പോലും ഇഹലോക ജീവിതത്തിൽ സംസാര ലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ട് അതിൻ്റെ ബാധ അവരെയും ഏൽക്കുക തന്നെ ചെയ്യും. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇതേ ഉള്ളു വഴി. അതുകൊണ്ട് അധപ്പതിക്കാതെ ഭഗവാനെ ആശ്രയിച്ച് നിരന്തരമായും സൽക്കഥകൾ കേട്ട് ഭയരഹിതമായ നിർവ്വാണത്തെ പ്രാപിക്കാൻ അവർക്ക് കഴിയും. അതാണ് ലക്ഷ്യം എന്ന് ഈ ശ്ലോകത്തിൽ കൂടി ഭക്തിയിലേക്ക് ഉറപ്പിക്കല. അപ്പൊ അത് പൂർണ്ണമായി. ഇതൊരു നല്ല സമാപനമാണ്. അത് ഈ പുരോഷിയുടെ സമാധാനത്തിന് സ്വാഭാവികമായിട്ട് ശരിയാണല്ലോ. സന്യാസിമാരാണെങ്കിലും അവർ ജീവിക്കുന്ന ഈ സംസാര ലോക ജീവിതത്തില് അപ്പൊ എന്ത് ചെയ്യണം, ഇതിന് ബാധ അവർക്ക് അറിയണ്ടേ? തീർച്ചയായിട്ടും. അപ്പം അതിൽ നിന്ന് ഉണ്ടാവാം, അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ വഴി. അതുകൊണ്ട് ഭഗവാനെ അറിയുക, അതുപോലെ തന്നെ ഭഗവാന്റെ നാമങ്ങൾ കഥകൾ നിരന്തരമായി കേൾക്കുക, നിരന്തരമായി കേട്ടുകൊണ്ട് സഞ്ചരിക്കുക. മറ്റൊന്നും കേൾക്കാനിടയാതെ അനുയുഗം അന്വഹം എപ്പോഴും ഫഗുണ ഗീത പരമ്പരയാ ശ്രവണഭൃതവും. അതുകൊണ്ട് ചെവി നിറഞ്ഞിരിക്കുക, പിന്നെ മറ്റൊന്നും കേൾക്കാനിടയാവില്ലല്ലോ. അവരെ അപവർഗഗതി, അങ്ങയുടേതായ അപവർഗഗതിയിലേക്ക് അവർക്ക് എത്താൻ കാരണമാകും. അനുയുഗം അന്വഹം എന്ന് പറയുന്നത് കൊണ്ട് അതായത് ഓരോ ജന്മജന്മാന്തരങ്ങളിൽ നിന്നുള്ള അർത്ഥമാണോ സാറേ? ഓരോ യുഗങ്ങളിലും അന്വഹം, അതായത് എല്ലാ യുഗങ്ങളിലും തന്നെ. അല്ലാതെ എല്ലാ കാലത്തും ഇത് ബാധകമാണെന്നല്ലേ? ഒരു യുഗത്തിൽ ജ്ഞാനം, ഒരു യുഗത്തിൽ കർമ്മം, അങ്ങനെയില്ല. എല്ലാ യുഗത്തിലും ഇത് തന്നെ നിരന്തരം. ഓ ശരി ശരി ശരി. അനുയോഗം അന്വഹമല്ല. ഇപ്പൊ ത്വദവഗമീനവേത്തി ഭവദുദ്ധ ശുഭാശുഭയോ ഗുണവിഗുണന്വയം സ്തർഹി ദേഹഭൃതം ജഗിരാം അനുയുഗമന്വഹം ഫഗുണഗീത പരമ്പരയാ ശ്രവണഭൃതോ യതസ്ത്വം അപവർഗഗതം മനുജൈ. ത്വദവഗമീനവേത്തി ഭവദുദ്ധ ശുഭാശുഭയോ ഗുണവിഗുണന്വയം സ്തർഹി ദേഹഭൃതം ജഗിരാം അനുയുഗമന്വഹം ഫഗുണഗീത പരമ്പരയാം ശ്രവണഭൃതോ യതസ്ത്വം അപവർഗഗതം മനുജൈ. ത്വദവഗമീനവേത്തി ഭവദുദ്ധ ശുഭാശുഭയോ ഗുണവിഗുണന്വയം സ്തർഹി ദേഹഭൃതം ജഗിരാം അനുയുഗമന്വഹം ഫഗുണഗീത പരമ്പരയാ ശ്രവണഭൃതോ യതസ്ത്വം അപവർഗഗതം മനുജൈ. സംശയമില്ലല്ലോ.
സർ, ഭഗവത്ഗീതയിലും ഇത് തന്നെയാണല്ലോ, യോഗീനാമപി സർവേഷാം മദ്ഗതേനാന്തരാത്മന അത്രേ ഉള്ളൂ. ശ്രദ്ധാവാൻ ഭജതേയോ മാം സമേ യുക്തതമോ മത എന്നുള്ള പദം. എല്ലാ ഏത് യോഗം ഉപദേശിച്ചിട്ടും അവസാനം എന്നെ ആശ്രയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഗതി ഉണ്ടാവുകയുള്ളൂ. അതെ അതെ, അതാണ് ഏറ്റവും. ഗീതയിലെ അവസാനം അത് തന്നെയാണ് പറയുന്നത്. അതെ. അപ്പം ഇതാണ് ഇതിനൊക്കെ വേദങ്ങളായാലും ഉപനിഷത്തായാലും ഒക്കെ എത്തിച്ചേരുന്ന ഭക്തി തന്നെയാണെന്ന് ഭാഗവതം ഭക്തിയുടെ ശാസ്ത്രമായതുകൊണ്ട് അത് ഉറപ്പിക്കാൻ വേണ്ടി ഇവരെയൊക്കെ കൂട്ടിപ്പിടിച്ചിട്ട് അവരിലെ എല്ലാ വിധത്തിലുള്ള യോഗങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഭക്തിയിലേക്ക് വരിക. അതിനെ നിരസിച്ചിട്ടല്ല, അതിനെ ഉൾക്കൊണ്ടുകൊണ്ട്. യോഗിയാകണ്ട, സന്യസിക്കണ്ട, ഒന്നും വേണ്ട, ഇത് യഥാർത്ഥമായ ഭക്തിയോടെ പിടിച്ചോണ്ടാണ്. അത് മാത്രം. അതെ, ഇത് എവിടൊക്കെ കേൾക്കാൻ പറ്റുമോ അവിടൊക്കെ ഇരുന്ന് ഇങ്ങനെ ചെവി നിറച്ച് കേട്ട് രക്ഷിച്ച് ആനന്ദിച്ചിരുന്നാൽ മാത്രം മതി. അവിടെയാണ് വേണ്ടത്. നമുക്ക് ഏതായാലും അതിന് ഭാഗ്യം കിട്ടിയല്ലോ, ഇത്രയൊക്കെ ഇവിടെ ഇങ്ങനെ കേൾക്കാൻ. നമുക്കതൊക്കെ വിധിച്ചിട്ടുണ്ട്. ഇത്രയും പേരൊക്കെ ഇങ്ങനെയൊക്കെ കേൾക്കണം, നല്ലൊരു ഭാഗവതം കേൾക്കുക എന്ന് പറയുന്നതിനെക്കാട്ടി വലിയ. അതെ 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 ഈ കലിയുഗത്തില് അതെ 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 സാറേ, വേറെ എന്തൊക്കെ കേൾക്കാനുണ്ട്. അപ്പോഴാണ് നമ്മൾ കുറച്ചുപേര് ഇതും കൊണ്ട് മാത്രം ഇങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത്. അത് മതിയല്ലോ, ഇത് മതി, മാത്രം മതി, ഇത് മാത്രം മതി. ഇങ്ങനെ ചിന്തിച്ച് ശരിക്കും എത്ര സരളമായിട്ടുള്ള ഒരു മാർഗമാ വ്യാസൻ മറ്റുള്ള എല്ലാ ശാസ്ത്രങ്ങളിൽ നിന്നും പ്രത്യേകിച്ച്, അതായത് എല്ലാവർക്കും അനുരൂപമായിട്ടുള്ള ഒരു മാർഗത്തെ ഇത്ര മനോഹരമായിട്ട് നമ്മുടെ മുൻപിൽ കാണിച്ചു തരുന്നത്. വേറെ ഏതെല്ലാം ശാസ്ത്രങ്ങളുണ്ട്, വേറെ എത്ര മഹാഗുരുക്കന്മാരുണ്ടായി, പക്ഷെ വ്യാസൻ ആ ഭക്തിയുടെ എല്ലാവർക്കും പറ്റുന്ന ഒരു മാർഗത്തെ നമ്മുടെ മുന്നിൽ അയത്നലളിതമാണിത്. അതുകൊണ്ട് നമുക്ക് പറ്റും, കലിയുഗത്തിലേക്ക് പറ്റതാണ്, എല്ലാവർക്കും പറ്റുന്നത് അനായാസേന. ഇതാണ് ഭക്തിയുടെ സ്വരൂപം എന്ന് പറഞ്ഞിട്ടും ഇന്നത്തെ ഭക്തന്മാർ ഭക്തി എന്താണെന്ന് അറിയുന്നില്ലേയുള്ള. അത് നമസ്കാരം സാർ. ഇതില് വിവേക ചൂടാമണിയിലും ഇത് തന്നെയല്ലേ പറയുന്നത്? തന്നെ എല്ലാവർക്കും ഇതേ സാധന സാമഗ്രിയാം ഭക്തിരേവ ഗരീയസി എന്ന് പറയുന്നത്. അതെ. എത്ര ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ ഇങ്ങനെ പഠിച്ചു വന്നെങ്കിലും അവസാനം ഭാഗവതം ഇത് തന്നെ കൊണ്ടുവന്ന ശ്രുതിഗീതയിൽ ഇതുകൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു മനസ്സിനൊരു നല്ല സന്തോഷം തോന്നുന്നു. എല്ലാം ഇത് തന്നെ എങ്കിൽ പോലും അതെ, ആ ഭാഗവതത്തിലെ ശ്രുതിഗീത ഇത് തന്നെ. ശ്രുതിഗീതയിൽ കൂടെ ഇത് പറഞ്ഞു കഴിയുമ്പോ നമുക്കൊരു പ്രത്യേക സമാധാനവും സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ട്. ശരിയാണ്, ബാക്കി എവിടുന്ന് കേൾക്കുന്നത് പോലെ അല്ല ഇതിന്ന് കേൾക്കുമ്പോ. അതെ. ഇതങ്ങ് തീർന്നു പോകുന്നല്ലോ എന്നുള്ള ഒരു സങ്കടമേ ഉള്ളൂ. നമ്മൾ കുഴപ്പമില്ല. ഈ 41 ശ്ലോകങ്ങൾ എടുക്കാൻ തന്നെ ഏതാണ്ട് 3-3.5 മാസം എടുത്തോ? ശരിയായോ? ശരി, 3-4 അധ്യായം തീരുന്ന സമയമായല്ലേ? നമ്മുടെ സെപ്റ്റംബറിൽ ആണെന്ന് തോന്നുന്നു. സെപ്റ്റംബറിലാണ് തോന്നുന്നത്. ആണോ? സെപ്റ്റംബറിൽ ആദ്യമേയോ ഓഗസ്റ്റ് അവസാനമാണോ നമ്മൾ ശ്രുതിഗീത ഈ അധ്യായം തുടങ്ങിയത് തന്നെ. 4 മാസത്തോളം ആയില്ല. 4 മാസമായില്ല. 29/8/2024.
നമ്മള് അത് ശരി. 87-ാമത്തെ അധ്യായം ഓഗസ്റ്റ് 22-ന് തുടങ്ങി. 29/8 ശ്രുതിഗീത തുടങ്ങി. 29/8. അത് ശരി. നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടത് അല്ലേ? 21. അപ്പൊ അത്രയും എടുത്തു അല്ലേ? നമ്മൾ ഒരു ശ്ലോകം 2 ശ്ലോകത്തിൽ കൂടെ എടുത്തിട്ടില്ല. അതാ പറ്റിയ ഒരു ഇതെന്ന് തോന്നുന്നു. 1 അല്ലെങ്കിൽ 2 അങ്ങനെ പോയതുകൊണ്ടാ. 29-ാം തീയതി 1. രണ്ടാമത്തെ ശ്ലോകം 5:9. ആ ഞാൻ ഓരോന്നും ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. 5:9 അത് ശരിയാ. രണ്ടാമത്തെ ശ്ലോകം. ശ്രീദേവി ഇന്ന് കേറിയോ? ശ്രീദേവി എന്നും കയറുമല്ലോ. ഇന്നലെ ശ്രീദേവി എല്ലാ ക്ലാസ്സിലും ഉണ്ട്. ഇല്ലെന്നല്ലേ ഉള്ളൂ. അതെ അതെ, എല്ലാ ക്ലാസ്സിലും. അവിടെ പോയ പിന്നെ ശ്രീദേവിക്ക് റെഗുലറായിട്ട് കയറാൻ പറ്റുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. അത് ശരി, മിണ്ടുന്നില്ലെന്നുള്ള അതെ അതെ ഇവിടെ ആയിരിക്കുമ്പോഴാ പിന്നെയും വല്ലപ്പോഴും കുഴപ്പമില്ല. അല്ലേ? അവിടെ ആവുമ്പോ ആർക്കും മനസ്സിലാകത്തില്ലല്ലോ. ഇവിടെ ആവുമ്പോഴല്ലേ ആർക്കെങ്കിലും മാറിയിരിക്കുന്ന കുഴപ്പമൊന്നുമില്ലേ ആർക്കവിടെ? ആരും അറിയത്തില്ലേ? ഇല്ല 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 കുഴപ്പമില്ല. അത് ശരി. കുഴപ്പമില്ല. അല്ല, ഞാൻ ഇപ്പൊ സീറ്റിൽ തന്നെയാണ്. ഇന്നിപ്പോ ഇവിടെ ആരും ഇല്ല. അന്നേരം പിന്നെ അപ്പൊ ഇത് ഞങ്ങൾ കേട്ടോ. 2-3 പേരേ ഉള്ളൂ. ബാക്കി നേരം ഫീൽഡിൽ. അതെ അതെ ശരി. ശരി ശരി. അപ്പൊ നമുക്ക് അടുത്ത നിലയിലേക്ക് പോയാലോ? അടുത്തതിലോട്ട്. യുപതയെ ഏവതേ നയുരന്തമനന്തതയാം ത്വമപി യദന്തരന്തനിചയാ നനുഫാവരണാഃ ഖൈവരജാം ശിവന്തി വയഫാഫഃ യശ്രുതയഃ ത്വയ്ഹി ഫലന്തി അതന്നിരസനേന ഭവന്നിധനാഃ. ജൂപതയ ഏവ, സ്വർഗപതികൾ തന്നെ. ദ്യുപതി സ്വർഗപതി. ഏവ അവ തന്നെ. തേ നയുഹു അന്തം അനന്തതയ. സ്വർഗപതികൾ തന്നെ അങ്ങയുടെ അന്തം, അവസാനത്തെ നയുഹു എത്തുന്നില്ല. അങ്ങയുടെ അന്തം കണ്ടെത്താൻ ദ്യുപതികൾക്ക് പോലും പറ്റുന്നില്ല. സ്വർഗാധിപതികളായ അഷ്ടദിക്പാലകന്മാരായ പതികൾക്ക് പോലും അങ്ങയുടെ അന്തം കണ്ടെത്താൻ പറ്റുന്നില്ല. അത്രയ്ക്ക് അനന്തനാണ് അങ്ങ്. അനന്തതയാ അന്തം നയുഹു. അനന്തത കൊണ്ട്. അനന്തന ഒരാളുടെ അന്തം കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അനന്തൻ എന്നൊരു വിശേഷണം അങ്ങേക്കുണ്ട്. അതുകൊണ്ട് അന്തം കണ്ടെത്താൻ പറ്റില്ല. ത്വമപി യദന്തര അന്തനിചയ നനു സാവരണാഹ. അങ്ങാകട്ടെ യദന്തര അങ്ങയുടെ ഉള്ളിൽ സാവരണാഹ ആവരണങ്ങളോട് കൂടിയ അണ്ടനിചയാഹ അണ്ടസമൂഹങ്ങൾ. ഏത് അന്തര അങ്ങയുടെ ഉള്ളിൽ അണ്ടനിചയാഹ അണ്ടസമൂഹങ്ങൾ, ബ്രഹ്മാണ്ട സമൂഹങ്ങൾ ആവരണത്തോടു കൂടി നനു ഉണ്ടല്ലോ. ഈ ബ്രഹ്മാണ്ടം മുഴുവനും ആവരണങ്ങളോടെ അങ്ങയുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നുണ്ടല്ലോ. ഈ ആവരണങ്ങളെ മാറ്റിയെങ്കിൽ മാത്രമേ ഈ ബ്രഹ്മാണ്ടത്തെ പോലും തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. ഖൈവരജാംസി വാന്തി വയഫാഫഹ യശ്രുതയഃ. ഖ ഇവ ആകാശം എന്ന പോലെ, രജാംസി പൊടികൾ, വാന്തി വീശുന്നു അർത്ഥം. ആകാശത്തിൽ പൊടികൾ വീശുന്നത് പോലെ ഖഹ രജാംസി വാന്തി ഇവ എന്നതുപോലെ വയഫാഫഹ കാലത്ത്. വയസ്സൻ ഇവിടെ കാലത്തിനർത്ഥം. വയഫാഫഹ കാലത്തോടൊപ്പം. ഏത് ശ്രുതയഹ യാതൊരു ശ്രുതികളാണോ, വേദങ്ങളാണോ, ത്വയ്ഹി ഫലന്തി അങ്ങയിൽ തന്നെ ഫലിക്കുന്നു.
അതന്നിരസനേന അതല്ലാത്തതിനെ നിരസിക്കുന്നത് കൊണ്ട് ഭവൻ നിധനാഹ അങ്ങയിൽ സമാപ്തിയോട് കൂടിയവരായിട്ട് ഭവിക്കുന്നു. വേദങ്ങൾ അങ്ങയിലാണ് പര്യവസാനിക്കുന്നത്. അങ്ങയിൽ എത്തിച്ചേർന്നിട്ട് പൂർത്തീകരിക്കുന്നവരാണ് വേദങ്ങൾ. എന്തെന്നാൽ അതല്ലാത്തതിനെയൊക്കെ നിരസിക്കുകയാണ്. അങ്ങയിലാണ്. പിന്നെന്താ? അതല്ലാത്തതിനെയൊക്കെ നിരസിച്ചാൽ അങ്ങ് മാത്രമേ പിന്നെ അവശേഷിക്കുള്ളൂ. അങ്ങെന്ന അന്തത്തിലേക്ക് അവർ എത്തിച്ചേരുകയും വേദം. ഇവിടെയും ഒരു പൂർവപക്ഷത്തിന്റെ ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ്, അതിന്റെ സമാധാനമാണ് ഇവിടെയും വരുന്നത്. നമ്മൾക്ക് സാധാരണ അറിയാവുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. ഭഗവാനെ അങ്ങയെ എങ്ങനെ അറിയാൻ കഴിയും എന്നാണ് ഒരു ചോദ്യം. ഈശ്വരനെ എങ്ങനെ അറിയാൻ കഴിയും? കാരണം അറിവിന് വിഷയം അല്ല അങ്ങ്, അറിവിന് വിഷയീഭവിക്കുന്നവനല്ല അങ്ങ്. എപ്പോഴും ഉപനിഷത്തുകൾ പറയും മനസ്സിനും ബുദ്ധിക്കും ഇന്ദ്രിയങ്ങൾക്കും ഒക്കെ അപ്പുറത്താണ് വാക്കിന്. ഏതോ വാചോ നിവർത്തന്തി അപ്രാപ്യ മനസാസഹ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഭഗവാനെ അറിഞ്ഞു എന്ന് എങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ അറിയാൻ പറ്റുന്ന ഒരു വസ്തുവാണോ ഭഗവാൻ? ഞാൻ ഒരു കാര്യം അറിഞ്ഞു എന്ന് പറയണമെങ്കിൽ ആ വസ്തു അറിഞ്ഞു കഴിയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒതുങ്ങി ചെറുതായി പോയില്ലേ? നമുക്ക് വിഷയീഭവിക്കണം. ഇതത് പറ്റൂല. അത്രക്കേ ഉള്ളോ ഈശ്വരൻ? അപ്പൊ അറിഞ്ഞു എന്ന് എങ്ങനെ പറയാൻ പറ്റും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ ഈശ്വരനെ അറിഞ്ഞു എന്ന്? എങ്ങനെ പറയാൻ പറ്റും? കാരണം എന്താണ്? അന്തമില്ലാത്തവനാണ്, അനന്തനാണ്. ദേവന്മാർക്ക് പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അറിവിന് വിഷയീഭവിക്കുകയല്ല എന്നൊരു പൂർവപക്ഷം ചോദിച്ചു. അതിനെ സംബന്ധിച്ചു നിങ്ങളുടെ ചോദ്യം ശരിയാണ്. പക്ഷെ അതിനെ അറിയാൻ കഴിയാത്ത മാഹാത്മ്യത്തോടു കൂടിയവനാണ് അങ്ങ് എന്ന് പറഞ്ഞാലോ? അറിവിന് വിഷയീഭവിക്കുന്നതല്ല, അറിയാൻ കഴിയാത്ത മാഹാത്മ്യത്തോടു കൂടിയവനാണ് അങ്ങ്. ഇപ്പം പ്രാജ്ഞൻ എന്നൊരു വാക്കുണ്ട്, പ്രാജ്ഞൻ. ആ വാക്കിന്റെ അർത്ഥം എന്താ? പണ്ഡിതൻ എന്നാണല്ലോ പ്രാജ്ഞൻ. അത് പദം ധരിക്കുമ്പോൾ പ്രകർഷേണ അജ്ഞഃ എന്ന പദം ധരിക്കുന്നത്. പൗർണസന്ധി ചെയ്തിട്ട് പ്രാജ്ഞനാകുന്നതാണ്. അപ്പൊ പ്രകർഷേണ അജ്ഞഃ. അപ്പൊ അജ്ഞ എന്ന് പറഞ്ഞാലോ ഒന്നും അറിയാത്തവനാണോ? അല്ല, അവിടെ രണ്ടും ഉണ്ടല്ലോ. അപ്പൊ പ്രകർഷേണ അജ്ഞഃ എന്ന് പറഞ്ഞാൽ അപ്പം ഏറ്റവും നന്നായി അറിവില്ലാത്തവനെയാണോ പ്രാജ്ഞൻ എന്ന് വിളിക്കുന്നത്? അല്ലല്ലോ. അപ്പൊ അജ്ഞശബ്ദത്തിനെ വിഗ്രഹം ഒന്ന് മാറ്റി അതിന്റെ വിഗ്രഹവാക്യത്തിന്റെ യോജനയൊന്ന് മാറ്റണം. ഇതപ്പരം ന ജ്ഞായതേ ഇതി അജ്ഞഃ. ഇതിന്റെ അപ്പുറം ഒന്നും അറിയാനില്ലാത്തത്, അറിവില്ലാത്തതെന്നല്ല. ഇതിന്റെ അപ്പുറം ഇനിയൊന്നും അറിയാനില്ലാത്തത് കൊണ്ടാണ് അജ്ഞ എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാം അറിയപ്പെട്ടവൻ. അത് പരബ്രഹ്മവാചകമാണ് വാസ്തവത്തിൽ അജ്ഞശബ്ദം. അതുകൊണ്ടാണ് പ്രാജ്ഞൻ എന്നവിടെ ഉപയോഗിക്കാൻ കാരണം. ഇതപ്പരം നജ്ഞായതേ, ഇതപ്പരം നജ്ഞായതേ. ശരി. ഇത് അജ്ഞ എന്ന് അജ്ഞശബ്ദത്തിന് വിഗ്രഹം മാറ്റി പറയുമ്പോൾ ആണ് പ്രാജ്ഞൻ എന്ന വാക്ക് ശരിപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പം അജ്ഞശബ്ദത്തിന് ഇങ്ങനെയും കൂടി അർത്ഥം ഭാഗവതം നമുക്ക് നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പം എന്താണ് അറിയുന്നു എന്ന് വെച്ചാൽ
ഇനിയും ഇതിൽ കൂടുതലൊന്നും അറിയാനില്ലാത്ത ഒരു വസ്തു, അതറിഞ്ഞാൽ പിന്നെ വേറൊന്നും അറിയേണ്ടി വരില്ല. ഇതപ്പരം നഗ്നായത. അതുകൊണ്ടാണ് വാക്കിനും മനസ്സിനും ഒക്കെ ഗോചരം. അതുകൊണ്ടാണ് ഉപനിഷത്തുകൾ എപ്പോഴും നേതി 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 എന്ന് പറഞ്ഞ് ഇതിനെ മാറ്റി നിർത്തുന്നത് കൊണ്ടാണ്. ഇതല്ല 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 ഇതല്ലെങ്കിൽ ഒരെണ്ണം ഉണ്ടാവുമല്ലോ, ഉണ്ട്, അത് തന്നെ. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് അതനിരസനേന എന്ന വാക്ക് അവസാനം ഉപയോഗിച്ചത്. അതല്ലാത്തതിനെ നിരസിക്കാനേ പറ്റുള്ളൂ. അതനിരസനേന, അതല്ലാത്തതിനെ നിരസിക്കുന്നത് കൊണ്ട് ഭവന്നിധനാഹ, അങ്ങാകുന്ന അന്തിമത്തോട് അതുകൊണ്ട് നിരസിക്കാൻ പറ്റാത്തതായിട്ടുള്ളതൊന്നും ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ആരെ അറിയാം? ഭഗവാനെ അറിയാമല്ലോ. ഈ പൂർവപക്ഷത്തിന് സമാധാനമാണിത്. അപ്പൊ ഈ പൂർവപക്ഷം അറിയുമ്പോഴേ നമുക്ക് ഈ ശ്ലോകത്തിന്റെ ആശയത്തിലോട്ട് പോകാൻ പറ്റും. ശരിക്കും ഓരോന്നിനും ഓരോ പൂർവപക്ഷം, ശാസ്ത്രം പഠിക്കുന്ന പോലെ പൂർവപക്ഷം വെച്ചിട്ട് നല്ല ഗംഭീരമായിട്ട് കൊണ്ടുപോവുക. അപ്പൊ വാസ്തവത്തില് അറിയാൻ കഴിയാത്ത മാഹാത്മ്യത്തോടു കൂടിയവനാണ് ഭഗവാൻ. നമ്മളും പറയാറുണ്ട്. അചിന്യം, അപ്രമേയം, എത്ര വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഒരാളെ അറിഞ്ഞു എന്നെങ്ങനെ പറയാൻ പറ്റും? അതിനാണ് മറുപടി പറഞ്ഞത്, വാക്കിനും മനസ്സിനും ഒക്കെ ഗോചരനല്ല എന്ന് തന്നെയാണ് അറിവിന്റെ സ്വരൂപം. അതാണ്. എന്നാലും അവാങ്മനസഗോചരമായ ഒരു പരമാർത്ഥ വസ്തുവിന്റെ ബോധത്തെ ലക്ഷണയാ വേദം ഉപദേശിക്കുന്നു എന്ന് കാണിക്കാം. ലാക്ഷണികമായിട്ട് എന്ത് ചെയ്യാണ്? വേദം ഉപദേശിക്കുകയാണ്. ഇപ്പം വ്യക്തമായി കാണിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ലക്ഷണം സ്വീകരിക്കുന്നത്. വാച്യാർത്ഥത്തിന്റെ അനുഭവത്തെ എവിടെയെങ്കിലും വരുമ്പോൾ അതുള്ള മറ്റർത്ഥത്തെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് ലക്ഷണ വ്യാപാരം വരുന്നത്. നിങ്ങൾ പഠിച്ചാണ് ധാരാളം ഇഷ്ടം പോലെ. അപ്പൊ വാസ്തവത്തിൽ ലക്ഷണാവൃത്തി സ്വീകരിച്ചിട്ടാണ് എന്താണ് അറിവ് കൊണ്ട്, ജ്ഞാനം കൊണ്ട് ഈശ്വരനെ അറിയുന്നു എന്നൊക്കെ, ജ്ഞാനസ്വരൂപനാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത് ലക്ഷണാവൃത്തി കൊണ്ടാണ് വാസ്തവം. കാരണം എന്താണ്? അഭിത കൊണ്ട് കിട്ടാത്തത് കൊണ്ടാണ്. അപ്പം ഈശ്വരൻ അറിവിന്റെ സ്വരൂപനാണെന്ന് പറയുന്നത് ലക്ഷണം കൊണ്ട്, എന്താ വാച്യാർത്ഥം കൊണ്ട് കിട്ടാവുന്ന ലക്ഷണം എടുക്കണം. വേദം അങ്ങനെ ലാക്ഷണികമായിട്ടാണ് ഈ അർത്ഥത്തെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. സ്വർഗത്തിന്റെ അധിപന്മാരായ ബ്രഹ്മാവ് മുതലായ സമസ്ത ദേവന്മാർക്കും അങ്ങേ ശരിക്കറിയാൻ പറ്റില്ല. ദ്യുപതേ ഏവ, അവർക്കും അറിയാൻ പറ്റുന്നില്ല. അവര് മറ്റുള്ള എല്ലാവരെക്കാളും ബുദ്ധിസാമർഥ്യമുള്ളവരാണെങ്കിൽ പോലും അങ്ങ് ഇപ്രകാരമുള്ളവനാണ് എന്ന് പറയാൻ അവർക്ക് പറ്റില്ല. കാരണം സാധാരണക്കാരെക്കാൾ, ദേവന്മാരെക്കാൾ ബുദ്ധിസാമർഥ്യമുള്ളവരാണ് ദ്യുപതികൾ. അവർക്ക് പോലും അങ്ങ് ഇങ്ങനെയുള്ളവനാണ് എന്ന് പറയാൻ സാധിക്കത്തില്ല. ആർക്കും പറ്റില്ല. അത് തന്നെയല്ല, അനന്തത ഹേതുവായിട്ട് ഇങ്ങനെ നിശ്ചയിക്കാനും പറ്റില്ല. അനന്തനാണ് അങ്ങ് എന്നുള്ളത് കൊണ്ട്, അന്തമില്ലാത്തവനാണ് അങ്ങ് എന്നുള്ളത് കൊണ്ട് നമ്മൾ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന് എന്തുണ്ടായി? അന്തം ഉണ്ടായില്ലേ? അതെ അതെ, അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന് അന്തം ഉണ്ടായല്ലോ. പറഞ്ഞതിനെ തന്നെ നമ്മൾ തന്നെ കണ്ടിക്കുന്നു. അന്തമില്ലാത്തവനാണെങ്കിൽ അറിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. ഓരോ ന്യായം എടുത്ത് കാണിച്ചിട്ടാണ് ഇതിനെ അത് ഉപസംഹരിക്കുന്നത്. അതുകൊണ്ട് എന്താണ്, അനന്തമായിരിക്കുന്ന ഈ കാലചക്രം ഹേതുവായിട്ട് ആകാശത്തിൽ പരമാണുക്കൾ എന്ന പോലെ ഒരേ സമയത്ത് കറങ്ങിത്തിരിയുന്ന അനേകം തരികളുണ്ട്. രജാംശി വാന്തി, അന്തരീക്ഷത്തിൽ, ആകാശത്തിൽ പൊടിപടലങ്ങൾ വട്ടം കറങ്ങുന്നത് പോലെ. അതിനെ എണ്ണിയെടുക്കാൻ പറ്റുമോ? അതിനെ കണ്ടറിയാൻ പറ്റുമോ? ഇതാണ് നിശ്ചയിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അതില്ലേ? ഉണ്ട്. അതിനെ അറിയുന്നില്ലേ? ഉണ്ട്. അല്ല, അതിന് ഇപ്പോഴത്തെ, അതായത് മോഡേൺ സയൻസുമായിട്ട് നോക്കുമ്പോൾ അന്ന് നോക്കി
അത് ഇത് വളരെ എന്താ പറയുന്നത്, ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ. രജാംസ്, അതായത് ഇതേമാതിരിയുള്ള ധൂമപാളികൾ ഈ ശൂന്യാകാശത്ത് ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ട് എന്നുള്ള കാര്യം അന്ന് വ്യാസന് കോടിക്കണക്കിന് കറങ്ങുന്നുണ്ട് എന്ന് അന്ന് തന്നെ ഭാരതീയർക്ക് അറിയാമായിരുന്നു എന്നല്ലേ? ഉണ്ടായിരുന്നു. വ്യാസൻ അന്ന് തന്നെ തന്റെ എന്താണ് ബുദ്ധി കൊണ്ട് കണ്ടെത്തി നമ്മളെ ബോധ്യപ്പെടുത്തിയ ഒരു കാര്യമാണ് എഴുതി വെച്ചിരിക്കുന്ന അതരസം. അല്ല, അപ്പോൾ അതിനർത്ഥം അന്നത്തെ ഭാരതീയര് ഇത് അവർക്കറിയാമായിരുന്നു, കണ്ടുപിടിച്ചിരുന്നു. അതെ, ഈ മോഡേൺ സയൻസിന്റെ എല്ലാവിധ സീക്രട്ടുകളും അവര് ശരിക്കും അറിഞ്ഞവരാണ്. അതുകൊണ്ടാണ് സയൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇല്ലാത്ത കണ്ടുപിടിക്കാൻ പറ്റിയല്ലോ, ഉള്ളതല്ലേ കണ്ടുപിടിക്കാൻ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബൊമ്മ ഇവിടെ എടുത്ത് പ്രയോഗിക്കാൻ പറ്റൂലല്ലോ. അതെ അതെ, കൈവരജം ശിവന്തി, എത്ര മനോഹരമായിട്ട് പറഞ്ഞു. അത് ഒരേ സമയത്തിൽ ഒന്നായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. വ്യവച്ഛേദിച്ചെടുക്കാൻ പോലും പറ്റത്തില്ല. അത് മൈക്രോസ്കോപ്പുകളോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് കണ്ണുകൊണ്ട് കണ്ടുപിടിച്ചാണ്. കണ്ണുകൊണ്ട് കണ്ടുപിടിച്ചതോ അല്ലെങ്കിൽ ഒരു പക്ഷേ ഐൻസ്റ്റൈൻ റിലേറ്റിവിറ്റി തിയറി എങ്ങനെ എന്ന് പറഞ്ഞതുപോലെ അന്നത്തെ തീക്ഷ്ണശാലികളായിട്ടുള്ള ഭാരതീയ ശാസ്ത്രജ്ഞനും അതുപോലെ നമ്മുടെ സൈദ്ധാന്തികരും ഒക്കെ അന്നത് മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതിന്റെ ദൃഷ്ടാന്തമല്ലേ ഈ പ്രയോഗം. ഈ ഒറ്റ വരി മതിയല്ലോ. ഇത് നമ്മളിത് പഠിക്കുമ്പോഴല്ലേ നമ്മൾ അറിയുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ മറ്റേടത്ത് നിൽക്കത്തുള്ളൂ ഇപ്പോഴും. ഇത് എന്തെല്ലാം കാര്യങ്ങളാണ്, അതായത് ഇത് സിദ്ധാന്തിക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളെയാണ് അവിടെ കൊണ്ടുവന്ന് ചേർത്തിരിക്കുന്നത്. ശാസ്ത്രങ്ങളെയല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരേ സമയത്ത് തന്നെ എന്താ പറയുക, വേദാന്തമുണ്ട്, അതുപോലെ തന്നെ പ്യുവർ സയൻസ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും ചേർത്തിട്ടാണ് ഇവിടെ ഇതിനെ ദൃഷ്ടാന്തം ഉറപ്പിച്ചു പറയാനായിട്ട് ഉള്ളൊരു മാർഗം കണ്ടെത്തിയിരിക്കുന്നത്. ആ ആർജവും ആ ധൈര്യവും. അപ്പൊ ഇവിടെ ഇത് ഉദാഹരിച്ചത് ഇങ്ങനെയുള്ള പൊടിപടലങ്ങൾക്ക് അന്തമില്ലല്ലോ. അതെ, അനന്തമല്ലേ? അനന്തമാണ്. അങ്ങും ആര് തന്നെയാണ്, അനന്തനല്ലേ? എന്ത് ഭംഗിയായിട്ടത് സാക്ഷാത്കരിച്ച് ചെയ്യും. ഇതിനെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. ആകാശത്തെ നക്ഷത്രങ്ങളെ ആർക്കെങ്കിലും എണ്ണി തീർക്കാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ എണ്ണി തീർക്കാൻ പറ്റില്ല. അന്തരീക്ഷത്തിൽ സഞ്ചരിക്കുന്ന വായുവിൽ സഞ്ചരിക്കുന്ന പൊടിവെള്ളങ്ങൾ എണ്ണി തീർക്കാൻ പറ്റില്ല. ഈ ബ്രഹ്മാണ്ടത്തിലെ മാറ്ററിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മാറ്ററുകളെല്ലാം ആർക്കും കണ്ടെത്തി പൂർണ്ണമാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അനന്തനാണ്. അതെ 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 ശരി. അതെ, അടുത്ത സെക്കൻഡ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്താണ് എന്നെ കൊണ്ട് നടക്കുന്നത്? ഒന്നും പറയാൻ പറയാൻ പറ്റില്ല. എന്ത് സംഭവിക്കാം. ഒന്ന് മറന്നു വീണാൽ അവന്റെ എല്ലാ പ്ലാനും തീർന്നു, എല്ലാം തീർന്നു. അതുകൊണ്ട് അനന്തരാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഖൈവ രജാംശി വന്തി ഇതാണ് വേദങ്ങൾ ഉദ്ഘോഷിച്ചത്. ശ്രുതിഗീതയുടെ താല്പര്യം ഇവിടെയാണ്. അനന്തനാണ് അങ്ങ് എന്ന് വേദം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഉദാഹരണങ്ങളിൽ കൂടി. ത്വൈഹി ഫലന്തി അതുനിരഫേന ഭവനേധനാഹ. അതുകൊണ്ട് അങ്ങയുടെ വൈഭവത്തെ പരിച്ഛേദിക്കാൻ ആർക്ക് പറ്റുന്നു? പറ്റുന്നവർക്ക് ഭൂമിയിലെ മണത്തരികളെ എണ്ണി കൂട്ടാൻ പറ്റും. നമ്മളിങ്ങനെ ഉദാഹരണമായിട്ട് എപ്പോഴും പറയാറുള്ളത്, എത്രയോ കവികൾ പാടാറുള്ളതാണ്. അതുപോലെ അനന്തനായ അങ്ങയെ പരിച്ഛേദിച്ച് അളന്ന് ഇത്രയാണ് എന്ന് ജ്ഞാനത്തിൽ ഒതുക്കി ഞാൻ അത് അറിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല എന്ന്. അതുകൊണ്ടാണ് അതല്ല 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 എന്ന് പറയാൻ പറ്റുന്നത്. അറിഞ്ഞു എന്ന് പറഞ്ഞാൽ പോയി, അത് പിന്നെ വളരെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ വസ്തുവായിട്ട് മാറും. അനന്തമായൊരു വസ്തുവിനെ അറിഞ്ഞു ആർക്കും അറിയാൻ പറ്റും? അറിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടെ പരിമിതി കൽപ്പിക്കപ്പെടുകയാണ്, പരിധി കൽപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് വാക്കിനും ബുദ്ധിക്കും അഗോചരനാണ് എന്ന് അങ്ങയെ കുറിച്ച് പറയാൻ കാരണം. വാക്കിനും ബുദ്ധിക്കും ഈ പൊടിവെള്ളങ്ങൾ അഗോചരമാണ്.
അതുകൊണ്ട് എത്തിപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് വേദങ്ങൾ ഈ സാക്ഷാത്തായ അങ്ങയുടെ സ്വരൂപത്തെ നമ്മുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയാണ് വേദവാക്കുകൾ കൂടി ഇതല്ല 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 എന്നങ്ങ് ബോധിപ്പിച്ചത്. ത്വൈഹി ഫലന്തി അതന്നിരസനേന. അതുകൊണ്ടാണ് ലക്ഷണാവൃത്തി സ്വീകരിച്ചിട്ട് താല്പര്യവൃത്തി സ്വീകരിച്ചിട്ട് അനന്തതയെ പ്രാപിക്കുന്ന ഈ വിധിവാക്യങ്ങളിൽ കൂടി ഓരോ വാക്യാർത്ഥത്തിനും അനന്തതയെ കാണിക്കാൻ വേണ്ടിയിട്ട് പദാർത്ഥമല്ലാത്ത ഒന്നിനെ വാക്യാർത്ഥം കൊണ്ട് എങ്ങനെ നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റും? ഒരു പദാർത്ഥത്തെ ബോധ്യപ്പെടുത്താൻ പദാർത്ഥം ഉപയോഗിക്കാം, ഒരു മാറ്ററിനെ ബോധ്യപ്പെടുത്താൻ ഒരു വേർഡ് ഉപയോഗിക്കാം. പദാർത്ഥമല്ലാത്തതിനെ എങ്ങനെ ബോധ്യപ്പെടുത്താൻ പറ്റും? അപ്പൊ പദാർത്ഥമല്ലല്ലോ, അല്ലല്ലോ. അതിനെ ബോധ്യപ്പെടുത്താൻ ഒരു വേർഡ് കൊണ്ട് എങ്ങനെ പറയാൻ പറ്റും? അതാണ് ബുദ്ധിക്കും മനസ്സിനും അഗോചരം. ഇതൊക്കെ നമ്മൾ ഉപനിഷത്തിൽ പഠിച്ചാണെങ്കിൽ ഇപ്പോഴാണ് വ്യാസന്റെ ശരിക്കും ഉദാഹരണം നമ്മൾ ബോധ്യപ്പെടുന്നത്. എങ്ങനെ ശരിക്കും എല്ലാ ഉപനിഷത്തുകളുടെയും ഗീതയുടെ കാര്യം പറഞ്ഞ പോലെ എല്ലാ ഉപനിഷത്തുകളുടെയും സാര സംഗ്രഹമാണ്. അതേന്നെ, ശ്രുതിഗീത പഠിച്ചാൽ പിന്നെ മറ്റൊന്നും പഠിക്കേണ്ടി വരില്ല. അതുപോലെ എല്ലാ ദിവസവും മുഴുവൻ വൃത്തിയിരിക്കാം. പക്ഷെ ശ്രുതിഗീത പഠിക്കണമെന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ പഠിച്ചിട്ടേ ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. നമ്മൾ അത്രയൊക്കെ പഠിച്ചു വന്നോണ്ടാണ് കുറച്ചുകൂടി അത് അനായാസമായിട്ട് പറ്റിയത്. അതുകൊണ്ടാണ്. എങ്കിലും വേദങ്ങൾ വിധി നിഷേധങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് എന്താണ് അങ്ങ് ഇപ്രകാരമുള്ളവനാണെന്ന് നിശ്ചയിക്കാൻ പറ്റാത്തവനാണ് എന്ന്, ഇതല്ല ഇതല്ല എന്ന് മറ്റുള്ളതിനെയൊക്കെ തള്ളിക്കളയുന്നു. നാശമുള്ളതിനെയൊക്കെ ഒക്കെ തള്ളിക്കളയുക. തള്ളിക്കളയുന്നൊന്നും നാശമുള്ള വസ്തുക്കളാ. അതുകൊണ്ടാണ് അതല്ല 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 എന്ന് ഓരോന്നിനും കളഞ്ഞിട്ട് ഏറ്റവും ഒടുവില് വാക്കിനും ബുദ്ധിക്കും ഒക്കെ അഗോചരമായ പരമാർത്ഥ വസ്തുവിനെ വേദങ്ങൾ ബോധിപ്പിക്കാണ് ഭവന്നിധനാഹത്വ. ഇതാണ് ശ്രുതിഗീത ചെയ്തിരിക്കുന്നത്. അവാങ്മന ഭഗോചരനായ അങ്ങയുടെ സ്വരൂപത്തെ ലക്ഷണാവൃത്തി കൊണ്ട് ഇവിടെ അവതരിപ്പിക്കുന്നു. ഇതല്ല ഇതല്ല ഇതല്ല. ഇതാണ് വേദം ചെയ്ത സ്തുതികളുടെ താല്പര്യം എന്ന് വേദം തന്നെ നമ്മോട് പറയാം. ഞങ്ങൾക്കും അത്രയല്ലേ പറ്റൂ. അവിടെ അത് ഉപസംഹരിക്കാം. ഇപ്പൊ വേദം എന്താണ് ചെയ്തതെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് ഇവിടപ്പം വ്യാസമഹർഷിയായിട്ടല്ല പറയുന്നത്, വേദങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. വേദങ്ങളെ കൊണ്ട് വ്യാസം പറയുക. തന്റെ കൃതിയിൽ വേദങ്ങളെ കൊണ്ട് ഈ വസ്തുത ഈ സത്യവസ്തു പ്രസ്താവിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുക. ഇത് വ്യാസഗീതയല്ല, ശ്രുതിഗീതയാണ്. ശ്രുതിഗീത വ്യാസന്റെ വാക്കുകളല്ല, വേദങ്ങൾ പറഞ്ഞതാണ്, കോട്ട് ചെയ്താണ്. നല്ല ടെക്നിക്കാ പ്രയോഗിച്ചിരിക്കുന്നത്. അയ്യോ എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഭാഗവതം ശരിക്കും പഠിക്കുമ്പോഴല്ലേ ഇനി വേറൊന്നും മനുഷ്യവിധത്തിൽ പഠിക്കേണ്ടതായിട്ടില്ല. ഇത് ശരിക്കും അറിയാൻ പറ്റിയാൽ ശാസ്ത്രങ്ങളായി ഇതിനകത്തുള്ളത്. നമുക്ക് പഠിച്ചു വരുമ്പോ അത്ഭുതമാകും. യുപതയ ഏവതേ നയയുരന്തമനന്തതയാം തോപിയദന്തരണ്ഡനിചയാ നനുഫാവരണ ഖൈവരജാം ശിവാന്തി വയസാഫഹയശ്രുതയാ ത്വൈഹി ഫലന്ത്യതന്തിരസനേന ഭവന്നിധനാഹം. യുപതയ ഏവതേ നയയുരന്തമനന്തതയാം ത്വമപിയദന്തരണ്ഡനിചയാ നനുഫാവരണാഹം ഖൈവരജാം ശിവാന്തി വയസാഫഹയശ്രുതയ ത്വൈഹി ഫലന്ത്യതന്തിരസനേന ഭവന്നിധനാഹം. ദ്യുപതയ ഏവതേ നയയുരന്തമനന്തതയാം ത്വമപി യദന്തരണ്ഡനിചയാ നനുഫാവരണാഹം ഖൈവരജാം ശിവാന്തി വയസാഫഹയശ്രുതയാ ത്വൈഹി ഫലന്ത്യതന്തിരസനേന ഭവന്നിധനാഹം. സാറ് മഹാഭാരതത്തിലൊരു കഥയുണ്ട്. പിന്നെ വ്യാസഭഗവാൻ ഈ വേദങ്ങൾ വിഭജിച്ചു, പുരാണങ്ങൾ എഴുതി,
മഹാഭാരതം എഴുതി. എന്നിട്ടൊന്നും തൃപ്തി വരാതെ വിഷമിച്ചിരിക്കുന്ന കണ്ടപ്പം നാരദൻ ഉപദേശിക്കുന്നതായിട്ടാണ്. ഭക്തിയെക്കുറിച്ചും ഭഗവാനെ കുറിച്ചും എഴുതും. അതുകൊണ്ടാണ് തൃപ്തി വരാത്തെന്ന്. അപ്പൊ അത് എഴുതിയതിന്റെ എല്ലാ സാരാംശവും ഇതിനകത്താണ് വന്നിരിക്കുന്നത്. അതെ, ഭാഗവത ആമുഖത്തില് പറയുന്നുണ്ടല്ലോ, നാരദ വ്യാസനാരദ സംവാദത്തിലെ ഒരു വിഷയം ഇതാണ്. അതുകൊണ്ട് മറ്റേ വേദങ്ങൾ വ്യസിച്ചിട്ടും ഇതിഹാസ പുരാണങ്ങൾ എഴുതിയിട്ടും സംതൃപ്തമാവാത്ത മനസ്സിൽ അല്ലെ, കാരണം മമതാബന്ധം കൊണ്ട് വിളിച്ചു കരയുകയാണ്, പുത്രേതി തന്മയതയാ. അപ്പോഴാണ് നാരദൻ പറഞ്ഞത് എന്താണ്, ഇതൊക്കെ വ്യക്തമായി കാര്യകാരണ സഹിതം ബോധ്യപ്പെടുത്താനുള്ള ഒരു പുരാണം എഴുതിയെങ്കിൽ മാത്രമേ അങ്ങയുടെ മനസ്സ് സന്തുഷ്ടമാകുള്ളൂ, അറിയേണ്ടത് അറിഞ്ഞു എന്ന് ഭാവിക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ എല്ലാം സാരാംശം ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം ഭാഗവത പുരാണം. കാരണം ബാക്കിയുള്ളതെല്ലാം ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റൂല. കാരണം ഭാഗവത ശാസ്ത്രം കൊണ്ട് എല്ലാവർക്കും ആ മാർഗത്തിലൂടെ പോയി അത് സാധിക്കാൻ പറ്റും എന്നുള്ള ഒരു രീതി ആണ് ഭാഗവതത്തിൽ ആവിഷ്കരിച്ച് ഭാഗവതത്തിലാണ്. അതിന്റെ മഹാത്മ്യത. കാരണം ഒരുപക്ഷെ നമ്മുടെയൊക്കെ ശാന്തിക്ക് വേണ്ടി വേദവ്യാസന്റെ ശാന്തിക്ക് അല്ലല്ല, അത് എഴുതി കഴിയുന്നതുകൊണ്ട് അത് കേൾക്കുന്നവർക്ക് ശാന്തി ഉണ്ടാകുന്നു വ്യാസൻ ഉറപ്പാണ്. കാരണം ഇങ്ങനെയും കൂടെ ഒരെണ്ണം എഴുതിയെങ്കിൽ മാത്രമേ എല്ലാവർക്കും ഇതുകൊണ്ട് പ്രയോജനമാകൂ എന്നുള്ളത് അദ്ദേഹത്തിന് ഈ സമയമായപ്പോഴാണ് അത് ബോധ്യമായത്. ഭാഗവത കീർത്തനത്തിലും ഇത് തന്നെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അത് വേദം വ്യസിച്ചമിനി മോദം വരാഞ്ഞു പുനരേത ചകാരകില നാരായണായ നമഃ. അതുകൊണ്ട് പൂർണ്ണമായ സന്തോഷം കിട്ടാത്തതുകൊണ്ട് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ ആവശ്യപ്രകാരം നമുക്ക് രണ്ട് ശ്ലോകത്തിൽ ഇതിപ്പോ സംസാരിക്കാം. ഇത്യേതദ് ബ്രഹ്മണപുത്രാം ആശ്രിത്യാത്മാനുശാസനം ഫനന്തം അഥ അനർച്ചുസിദ്ധാജ്ഞാത്വാത്മനോ ഗതിം. ഇതി ഏതദ് ബ്രഹ്മണപുത്ര എന്നിങ്ങനെ ബ്രഹ്മാവിന്റെ പുത്രന്മാർ ആശ്രിത്യ ആത്മാനുശാസനം, ആത്മാവിനെ അനുശാസിപ്പിക്കുന്ന ബോധ്യപ്പെടുത്തുന്ന ഈ ശ്രുതിഗീത ആശ്രിത്യ നന്നായി കേട്ടിട്ട് ഫനന്ദനം അഥ ആനർച്ചുഹു, ഫനന്ദനെ ആനർച്ചുഹു അർച്ചിച്ചു, പൂജിച്ചു, നമസ്കരിച്ചു, സിദ്ധന്മാരായിട്ട് ജ്ഞാത്വ ആത്മനോഗതി, ആത്മാവിന്റെ ബ്രഹ്മസ്വരൂപത്തിന്റെ ഗതിയെ നന്നായി മനസ്സിലാക്കിയിട്ട് ഉപദേഷ്ടാവായ ഗുരുമൂർത്തിയായ ഫനന്ദനെന്ന ബ്രഹ്മപുത്രന്മാർ നമസ്കാരാദികൾ ചെയ്ത് പൂജിച്ചു എന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടായ അനുഭവത്തെ ഒന്നുകൂടി വിശദീകരിക്കാം. ഇത്യേതദ് ബ്രഹ്മണപുത്രാഃ ആശ്രിത്യ ആത്മാനുശാസനം ഫനന്ദമഥാനർച്ചു സിദ്ധാജ്ഞാത്വാത്മനോ ഗതിം. ഇത്യേതദ് ബ്രഹ്മണപുത്രാഃ ആശ്രിത്യാത്മാനുശാസനം ഫനന്ദനം അഥ അനർച്ചു സിദ്ധാജ്ഞാത്വാത്മനോ ഗതിം. ഇത്യശേഷഫമാംനായ പുരാണോപനിഷദ്രഫഃ സമുദ്ധൃതഃ പൂർവജാതേർ വ്യോമയാനേർ മഹാത്മഭിഃ. ഇത് ഇങ്ങനെ അശേഷ സമാംനായ പുരാണ ഉപനിഷദ്രഫഃ, ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വന്ന മുഴുവനുമായ വേദങ്ങളുടെയും പുരാണങ്ങളുടെയും ഉപനിഷത്തുകളുടെയും രസം, അതിന്റെ ഉള്ളിലെ രസത്തെ മാത്രം എടുത്തിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതും കൂടെ നമുക്ക് വായിച്ചു നിർത്താൻ. ഇത് അശേഷ സമാംനായ വേദം പുരാണ ഉപനിഷദ്രഫഃ സമുദ്ധൃതഃ, അത് ഉദ്ധരിക്കപ്പെട്ടു, പൂർവജാതൈഹി വ്യോമയാനൈ മഹാത്മഭിഃ,
ആദ്യമുണ്ടായവരായ പൂർവജാതന്മാരായ വ്യോമചാരികൾ ആകാശചാരികളുമായ മഹാത്മാക്കളാൽ ഇത് ഉദ്ധരിക്കപ്പെട്ടു. അവര് പിഴിഞ്ഞെടുത്ത് നമുക്ക് ജ്യൂസാക്കി തന്നിരിക്കുകയാണ്. ഇനി നമ്മള് ആ ജ്യൂസ് കുടിച്ചാൽ മാത്രം മതി. അല്ലെങ്കിൽ ഈ പഴം ചെന്ന് തേടി പിടിച്ചുകൊണ്ടെന്ന് അതെല്ലാം അരിഞ്ഞ് അതിൻ്റെ അകത്തിട്ട് കറക്കി അരിച്ചൊക്കെ എടുത്ത് എന്ത് പാട് വരണം, ഇതൊന്നും വേണ്ട, ഇത്രയാക്കി തന്നിരിക്കുകയാണ്. സാറ് അതൊരു മാതിരി മിക്സിയിലിട്ടൊന്ന് ശരിയാക്കി റെഡിയാക്കി അരിച്ച് തൊണ്ടയിൽ തടയാതെ പാകത്തിനാക്കി കുടിക്കാൻ മാത്രം മതി. കുടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. മുമ്പിൽ ഇങ്ങനെ വെച്ചിരിക്കാതെ കുടിച്ചോളൂ കുടിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ടാണ് പിബത ഭാഗവതം രസം. ഈ ആദ്യം പറയുന്നുണ്ടല്ലോ. പൂർവജാതേ വ്യോമയാനേ മഹാത്മഭിഹി. എന്താണ് ഈ വേദാന്ത കർമ്മകാണ്ഡങ്ങളിലെയും വേദകാണ്ഡങ്ങളിലെയും ഭാരമായ, രണ്ടിന്റെയും ഭാരമായ, ശ്രുതികളുടെ ഭാരമായ, പുരാണങ്ങളുടെ ഭാരമായ ഈ യൂഫ്, ഈ രസം നിരപേക്ഷരായ മഹാത്മാക്കൾ പൂർവന്മാരായ ഫനകാദികളാൽ ഉദ്ധരിക്കപ്പെട്ടതാണ്. അവരെ ഉയർത്തിയെടുത്ത് കൊണ്ടുവന്നതാണ് ഇപ്പോൾ ഞാനിതാ ഇവിടെ പറയാൻ കാരണമായത്. ഇത്യശേഷഫമാംനായ പുരാണോപനിഷദ്രഫ ഫമുദ്ധൃത പൂർവജാതേ വ്യോമയാനേർ മഹാത്മഭീൻ. ഇത്യശേഷഫമാംനായ പുരാണോപനിഷദ്രഫ ഫമുദ്ധൃത പൂർവജാതേ വ്യോമയാനേർ മഹാത്മഭീം. ത്വം ചൈതത് ബ്രഹ്മദായാദ ശ്രദ്ധയ ആത്മാനുശാസനം ധാരയംശ്ചരകാം കാമം കാമാനം ഭഞ്ജനം നൃണാം. ത്വം അങ്ങ്, ച ഏതത് അങ്ങും ഇത്, ബ്രഹ്മദായാദ ബ്രഹ്മമാകുന്ന ദായത്തെ സേവിക്കുന്നവൻ, ബ്രഹ്മപുത്രൻ. ബ്രഹ്മപുത്രൻ, ബ്രഹ്മാവിന്റെ പുത്രൻ എന്നുള്ളതിനേക്കാൾ ഉപരി ബ്രഹ്മമാകുന്ന ദായത്തെ, ദായം എന്ന് വെച്ചാൽ ഭാഗം എന്നർത്ഥം, ദായം. ബ്രഹ്മം എന്ന ഭാഗത്തെ സേവിക്കുന്നവനാണ് ബ്രഹ്മദായാദൻ. നല്ലൊരു വാക്ക് ഉണ്ടാക്കി അടക്കുന്നതാണ്. ഹേ ബ്രഹ്മദായാദ. ഭാഗം എന്ന് ഉദ്ദേശിക്കുന്ന അംശം എന്നാണ്. അതെ, ദായം, അംശത്തെ എന്നുള്ളത്. അംശം, ദായഭാഗം. അവർ നമുക്ക് ദായക്രമം ഉണ്ടല്ലോ, ദായക്രമമുണ്ട് തനിക്ക് ലഭിക്കേണ്ടത്. ശരി. ശ്രദ്ധയ ആത്മാനുശാസനം, ശ്രദ്ധയോടുകൂടി ആത്മോപദേശത്തെ, ഈ ആത്മോപദേശത്തെ ധാരയൻ ധരിച്ചുകൊണ്ട് ചരകാം ഭൂമിയിലൂടെ സഞ്ചരിച്ചു. കാമം ഇഷ്ടം പോലെ, കാമാനം ഭർജനം നിർണം. അതുകൊണ്ട് മനുഷ്യർക്ക് കാമങ്ങളെ നശിപ്പിച്ചു കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ് ബ്രഹ്മപുത്രനായ നാരദനെ പറഞ്ഞേക്കാണ്. നാരദ, ഇതും കൊണ്ട് സഞ്ചരിച്ചോളൂ ലോകത്ത് മുഴുവൻ. ഭൂമിയിലുള്ള മനുഷ്യരുടെ കാമനകളെ മുഴുവനും കരിച്ചു കളയണം ഇതുകൊണ്ട്. ഈ ജ്യൂസ് എല്ലാവർക്കും തീർത്ഥം പോലെ ഓരോ തുള്ളി കൊടുത്തോളൂ. ഇത് കുടിക്കുന്ന വഴി കാമവാസനകളെ മുഴുവൻ കരിച്ചെടുക്കാൻ പറ്റും, ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ പറ്റും. അത് വലിയ പ്രയത്നമില്ലാതെ ബ്രഹ്മാനന്ദത്തെ നിരന്തരം സേവിക്കുന്നവനായ ഹേ ബ്രഹ്മപുത്ര നാരദ. നാരദൻ ബ്രഹ്മാവിന്റെ പുത്രൻ എന്നുള്ളതല്ല, ബ്രഹ്മദായാദൻ. ഒരു സുന്ദരമായ വാക്ക് ഇവിടെ നാരദൻ കൊടുത്താണ്. ബ്രഹ്മത്തിന്റെ ഭാഗത്ത് സ്വന്തമാക്കിയവനാണ് അങ്ങ്. ഈ ആത്മോപദേശം ഹൃദയത്തിൽ ധരിച്ചുകൊണ്ട് ഇഷ്ടംപോലെ ലോകത്തിൽ സഞ്ചരിച്ചോളൂ. കാരണം ജീവാത്മാക്കളെ ജനനമരണ ബന്ധത്തിൽ നിന്നും കരകയറ്റാൻ ഈ കാമക്രോധാദികളെ നിശേഷം ഇല്ലായ്മ ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അതിന് എന്ത് ചെയ്യണം? ആത്മജ്ഞാനം ഉണ്ടാവണം. അപ്പോൾ മാത്രമേ മനുഷ്യൻ മുക്തനായിത്തീരൂ. അതുകൊണ്ട് മോക്ഷത്തിന് തടസ്സമായിരിക്കുന്ന കാമാദികളായ വൃത്തികളെ നശിപ്പിക്കാൻ ഈ ദിവ്യോപദേശം ശ്രദ്ധയോടുകൂടി കേട്ട്
വിഷയങ്ങളിൽ നിന്നും മുക്തനായി ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ ലോകങ്ങളിലും സഞ്ചരിച്ച് മുമുക്ഷുക്കൾക്ക് ഫാരൂപദേശം നൽകി അവരെ ദുഃഖത്തിൽ നിന്ന് കരകയറ്റൂ എന്ന് പറഞ്ഞ് ഈ ഉപദേശം കൊടുത്ത് അനുഗ്രഹിച്ച് പറഞ്ഞയക്കും. ഇപ്പോഴാണ് ഒരു സർട്ടിഫിക്കേഷനും നടത്തും. അത്രേ ഇതും കൊണ്ട് വിട്ടോളൂ, പോയി ഇത് എന്ത് ചെയ്യണം, ഇത് വിതരണം ചെയ്യും, അങ്ങയുടെ കയ്യിൽ ഇതുണ്ട്, ഉള്ളിൽ ഇതിരിപ്പുണ്ട്. ഈ ജ്ഞാനോപദേശം മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ കേട്ട് കൊണ്ടു നടന്നിട്ട് സ്വന്തമായിട്ട് മുക്തി നേടിപ്പോയാൽ പോരാ, ഭൂമിയിൽ എല്ലാവർക്കും വിതരണം ചെയ്യൂ, പോകൂ, പറഞ്ഞേക്കാൻ. ഇതാണ് നമ്മുടെ കടമ. അതാണ് സാറിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെയും ഇനി നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന കടമയാ തന്നെയാണ്. ഓരോരുത്തരെ ഇങ്ങനെ ഏൽപ്പിച്ച് അതിങ്ങനെ പരമ്പരയായിട്ട് അങ്ങനെ വരിക. ആരെങ്കിലും ഒക്കെ ഓരോരോ സമയത്ത് ഇതേമാതിരി ഉണ്ടാകണം, ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ. അതെ, ധാരയൻ ചചാര ഗാം കാമം. എന്തിനു വേണ്ടിയാണ്? നൃണാം കാമാനാം ഭർജൻ. മനുഷ്യരുടെ കാമങ്ങളെ ഭർജിച്ചു കളയുക, എന്നുവെച്ചാൽ കരിച്ചു കളയുക. രഘുസാറിന് കിട്ടിയ ദായം കഥ വീതം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ദായക്രമം അനുസരിച്ച് വീതം വെച്ച് അപ്പോഴല്ലേ നമ്മുടെ കിട്ടിയത് മറ്റുള്ളവർക്ക് ഭാഗിച്ചു കൊടുക്കുമ്പോഴേ നമുക്ക് പൂർണ്ണത ഉണ്ടാവുള്ളൂ. അതെ അതെ അതെ. എല്ലാ കാര്യവും സാധിക്കുന്ന നാളത്തെ എല്ലാം സമ്പാദിച്ച് നമുക്കിങ്ങനെ ഓരോരുത്തർക്കായിട്ട് തന്നു. ത്വം ചെയ്തത് ബ്രഹ്മദായാദ ശ്രദ്ധയാ ആത്മാനുശാസനം ധാരയൻ ശരകാം കാമം കാമാനം ഭർജനം നൃണാം. ത്വം ചെയ്തത് ബ്രഹ്മദായാദ ശ്രദ്ധയാ ആത്മാനുശാസനം ധാരയൻ ശരകാം കാമം കാമാനം ഭർജനം നൃണാം. ആ വിഷയമുള്ള തീർന്നിട്ട് ഇനി ഇതാണ് ശുകൻ ബാക്കി കഥകളെ കുറിച്ച് പറയാം. അതിൽ 5-6 ശ്ലോകങ്ങളുണ്ട്. 50 ശ്ലോകം വരെയുണ്ട്. 5 ശ്ലോകങ്ങളുണ്ട്, നമുക്ക് തീരില്ല. അവസാനത്തെ ശ്ലോകം വളരെ ഗഹനമായ ശ്ലോകം കൂടിയാണ്. അപ്പൊ നമുക്ക് ഒരു ദിവസം കൊണ്ടത് ഇന്നൊന്ന് തീരില്ലാത്ത ദിവസം തീർക്കാം. നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ടോ? അപ്പൊ നമുക്ക് അടുത്ത ദിവസത്തേക്ക് ഇത് മാറ്റിയേക്കാം. എല്ലാരും ആകാംക്ഷയോടുകൂടി കഴിഞ്ഞ 2-3-4 മാസമായിട്ട് ഇത്രയൊന്നും ഉണ്ടെന്ന് വിചാരിച്ചില്ല ശ്രുതിഗീത പഠിക്കാൻ തുടങ്ങിയപ്പോ അല്ലേ? ഇത് എത്ര വളരെ ആസ്വാദ്യകരമായിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. ഉപനിഷത്തുകൾ പഠിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് ആർക്കും ഇതിലേക്ക് എത്തിച്ചേരാം. അതെ അതെ അതെ, ഒരു സ്റ്റെപ്പ് ബോർഡാണ്. പ്രത്യേകിച്ച് കാരണം സാർ ഇത്രയും വിശദീകരിച്ച് ഇതെല്ലാം പഠിപ്പിച്ചപ്പോൾ ഈ ഭഗവത്ഗീതയൊക്കെ പഠിക്കുന്നവർക്കും ഒക്കെ ഇത് വളരെ പ്രയോജനമായിട്ടുണ്ട്. ഏറ്റവും വലിയൊരു എന്താ പറയുക, ആശ്ചര്യകരമായിട്ടുള്ള വേദങ്ങൾ തന്നെ പറയുന്നു. വേദത്തിന്റെ സാരാംശം ഞങ്ങൾക്ക് എനിക്കിപ്പോ പോകാൻ നേരമായി. കറക്റ്റായിട്ട്. അത് ശരി. ഓ, പോകാൻ സമയമായി അല്ലേ? നമുക്ക് വിളിക്കുമ്പോ പോകാം സ്വാമി, ഒരു കുഴപ്പമില്ല. കൃത്യമാകുമ്പോ നമുക്ക് പോകാം, ഒരു കുഴപ്പമില്ല. ഇതൊക്കെ എത്രയോ വർഷങ്ങൾ കൊണ്ട് പറയാ, മടത്തി വെച്ച് വരുമ്പോ തൊട്ടേ പറയുന്ന. അല്ല, സ്വാമി തയ്യാറായിട്ട് ഇരിക്കുകയാണ്, അതുകൊണ്ട് പറയുന്ന വലിയ ആശയ. ആളുകൾക്ക് ബുദ്ധിമുട്ടിച്ചാൽ അവർക്ക് ആർക്കും ബുദ്ധിമുട്ട് വരില്ലല്ലോ. ഒന്നും വരില്ല. ഇത് കേട്ടുകൊണ്ട് തന്നെ സ്വാമിക്ക് പോകാം, ഒരു കുഴപ്പമില്ല. അനുഗ്രഹിച്ചിട്ടുണ്ട്. നല്ലപോലെ അനുഗ്രഹിക്കുന്നുണ്ട്. സാർ അനുഗ്രഹിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണല്ലോ സ്വാമിക്ക് ഇതിലേക്ക് വന്ന് അകപ്പെട്ട് ഇങ്ങനെയൊക്കെ ആയിത്തീരാൻ കാരണമായത് കൊണ്ടല്ലേ. അപ്പൊ ഉറപ്പായിട്ടും അത് തന്നെ കാരണം. ഇപ്പം ഭാഗം തന്നെയാ കൂടുതൽ വായിക്കുന്നത്. അതെ 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 അതെ. അല്ല, സ്വാമി ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്കെല്ലാം ഒരു പ്രചോദനവും. കാരണം പിന്നെ അയ്യോ അയ്യോ, അന്ന് മടത്തി വരുമ്പോഴും എല്ലാവർക്കും ഒരു പ്രചോദനമല്ലേ. അതെ അതെ അതെ. ഒരു ദിവസം പോലും മിസ് ചെയ്യാതെ കൊണ്ട് വന്ന് ഏറ്റവും എടുക്കുന്നുണ്ട്. സോമൻസാരും കാശെടുക്കാം. സാറേ, സത്യമുണ്ട്. ഈശ്വരനാമം ജപിക്കുന്നവരെ അതാതിന്റെ സമയത്ത് ഓരോ സ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളതും ഈശ്വരന്റെ കടമ തന്നെയാണ്. അങ്ങനെ ഈശ്വരനെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ സാറിനെ.
അതെ 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 അതെ. ഇങ്ങനെ കുറെ പേർക്ക് ഒരല്പം എന്താ അവസാനത്തെ ആ ഉദകം നൽകാൻ വേണ്ടിയിട്ട്. എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ വെള്ളം കുടിച്ചോണ്ട് പോവാം. അതെ അതെ അതെ, അത് സാറ് ഏൽപ്പിച്ചിരിക്കുന്ന എന്നെ, സ്വാമിയെയും എന്നെയും ഒക്കെ പോലുള്ളവര് അവർക്ക് ഉദകം നൽകുകയാണ് സാറ്. എല്ലാവർക്കും അതായത് ജ്ഞാനോദകമാണ് തരുന്നത്. അതെ, ജ്ഞാനോദകം അതെ, ജ്ഞാനോദകമോ മോക്ഷോദകമോ എന്തുമായാലും കുഴപ്പമില്ല. എന്നിങ്ങനെ പ്രജയെ കൊണ്ടുവരിക. കുടിക്കൂ കുടിക്കൂ കുടിക്കൂ. അതെ അതെ, കുടിച്ചോ അതെ. ഇത്തിരി കുടിച്ചിട്ട് ഈ കൊച്ചു പിള്ളേരെ അമ്മമാര് പാല് കുടിക്കുന്നതിനെ കൊണ്ട് തൃപ്തിയാവത്തില്ലല്ലോ, തൃപ്തിയാവില്ല, ഒരിക്കലും തൃപ്തിയാവില്ല. കേട്ടാൽ മതിവരാ. അതെ അതെ. അപ്പൊ നമുക്കിന്നിപ്പോ സംഹരിക്കാം. എല്ലാവരും ഒരു പക്ഷേ അന്ന് ഈ കൊറോണ വന്നില്ലായിരുന്നെങ്കിൽ ഇത്രയും വ്യാഴാഴ്ചത്തെ ആ പ്രസംഗം കേൾക്കേണ്ടതായിരുന്നു. സാർ പറഞ്ഞതല്ല. സാർ ഉച്ചയ്ക്ക് സംസാരിച്ച് ശരിയായില്ലായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച അവിടെ ക്ലാസ് എടുത്തായിരുന്നു. അത് സ്വാമി കേട്ടു. അതാണ് പറഞ്ഞേ. ഓ ശരി ശരി ശരി. അന്ന് ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോകേണ്ടി വന്നു. അപ്പൊ ശങ്കരഗതികളിലെ 2 ശ്ലോകം എടുത്തു. 3 എടുക്കാൻ പറ്റുള്ളൂ. എന്താണ് ധന്യത എന്ന് മാത്രം കാണിക്കുന്ന 3 ശ്ലോകം. 8 3 എടുത്ത് വെക്കും. തീർച്ചയായും. ഓ, നമുക്കിതിങ്ങനെ പോകുന്നിടത്തോളം പോകട്ടെ. അപ്പൊ ഇപ്പൊ സംഹരിക്കാം അല്ലേ? ശ്രുതിഗീത തീർന്നല്ലോ എന്നുള്ള ഒരു ഓ, വിഷമം. അത് ശരി. തീർന്നു പോയിട്ടില്ലോ സങ്കടം അല്ലേ? സമയം പോയതൊന്നും അറിയുന്നേ ഇല്ല. എത്രയായാലും നമുക്കൊരു കുഴപ്പമില്ല. ഇത് കേട്ടോണ്ടിരുന്നു. വ്യാഴാഴ്ചക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് സത്യം. ഓ, അത് ശരിയാ. നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ ക്ലാസ്സുകൾ ഉണ്ട് എങ്കിലും മറക്കാനാവില്ല. കഴിഞ്ഞ 3-4 മാസമായിട്ട് അങ്ങനെ ഒരു കാത്തിരിപ്പ് പ്രത്യേകിച്ച് ഉണ്ടായിരുന്നു. ഒരു ക്ലാസ്സും കളയാതെ കൃത്യമായിട്ട് അതിങ്ങനെ ആസ്വദിച്ച് വരുമ്പോൾ അറിയാതൊരു വികാസം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അല്ല, കഴിഞ്ഞ ആഴ്ച ഞാൻ അക്ഷരശ്ലോകത്തിന് പോയവർക്ക് കേൾക്കാൻ പറ്റില്ല സാറ്. ഞാൻ വിചാരിച്ചു അന്ന് ഇല്ലാതിരിക്കുവായിരുന്നെങ്കിൽ ഞാൻ അല്ല, അങ്ങനെയുള്ളവർക്ക് പിന്നെ കേൾക്കാൻ നമ്മൾ റെക്കോർഡ് ചെയ്തിരുന്നുണ്ട്. എന്നാലും അത് ഇതുപോലെ കേൾക്കുന്നതിന് ശരിയാ. ലൈവായിട്ട് ക്ലാസ്സിൽ കേൾക്കുന്നതും റെക്കോർഡ് കേൾക്കുന്നതുമായിട്ട് വ്യത്യാസം. മെക്കാനിക്കലായി ഇന്നിപ്പോ സംഹരിക്കാം. മതിയായില്ലെന്നറിയാം. എങ്കിലും നമുക്ക് അടുത്ത ക്ലാസ്സിലാവട്ടെ ബാക്കി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം സാർ.